നമ്മൾ പഠിക്കുകയാണ്. എങ്ങനെയാണ്? വെറും മനുഷ്യനാണോ ഗുരു? അല്ല, സാക്ഷാത് പരബ്രഹ്മ സ്വരൂപമാണ്. പക്ഷേ വെറുതെ പരബ്രഹ്മ സ്വരൂപം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ യുക്തിപൂർവം അത് കേട്ട കാര്യമാണ്, അല്ലേ? അത് കേട്ട കാര്യമാണ്. ആ കേട്ട കാര്യത്തെ നമ്മൾ യുക്തിപൂർവം ആലോചന ചെയ്യണം. അങ്ങനെ ആലോചന ചെയ്തുകൊണ്ട് ആശാൻ പാടി. എന്ത് പാടി? എന്ത് പാടി? എങ്ങനെ പരബ്രഹ്മമായി എന്ന് പാടി, അല്ലേ? എങ്ങനെ ഗുരു ഈശ്വരനായി എന്ന് പാടി. എങ്ങനെ പാടി? 1916 ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുമ്പോൾ ആ ഷഷ്ടിപൂർത്തി സമയത്ത് ഗുരുതൃപ്പാദങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് അതായത് ഷഷ്ടിപൂർത്തി ആഘോഷ കമ്മിറ്റി ഗുരുവിൻ്റെ ഒരു ദീർഘകായ പ്രതിമ ഉണ്ടാക്കുന്നുണ്ട്. ആ ദീർഘകായ പ്രതിമ ഉണ്ടാക്കുന്നത് 41 ദിവസത്തെ വ്രതത്തോടു കൂടിയാണ്. ആ 41 ദിവസത്തെ വ്രതത്തിൽ ആ വ്രതാനുഷ്ഠാനത്തോടു കൂടി അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കുമാരനാശാൻ എൻ്റെ ഗുരുവിന് ഞാൻ എന്തു നൽകും എന്ന് ആലോചിച്ചു. അപ്പോൾ ഗുരുവിന് ലോകത്തിൽ കൊടുക്കുവാൻ പറ്റുന്ന ഇത്രയും നല്ല കാര്യം വേറെയില്ല, ഇത്രയും നല്ല സമ്മാനം വേറെയില്ല. അതുപോലൊരു സമ്മാനം ഇന്ന് ലോകം മുഴുവനുള്ള ശ്രീനാരായണീയരുടെ നാവിൽ മനോഹരമായി തത്തിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൃതിയുണ്ട്. ഏതാണ്? ഗുരുസ്തവം, അല്ലേ? ഗുരുസ്തവത്തിൽ പറയുകയാണ്, ആരായുകിൽ അന്ധത്വമൊഴിച്ചാതിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ആരാകുന്നു പരദൈവം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ പറയുകയാണ്. എന്താണ്? ആരായുകിൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ്? അന്ധത്വമൊഴിച്ച്. നമ്മളിവിടെ ഇരിക്കുന്നത് എന്തിനാണ്? വിജ്ഞാനത്തിന് വേണ്ടിയാ, അല്ലേ? അന്ധത്വമൊഴിച്ച് നമ്മളുടെ അന്ധതകളൊക്കെയും മാറ്റിയിട്ട് എന്താണ്? എവിടേക്കാ നമുക്ക് നേരായ വഴി? ആദിമഹസിലേക്ക് നേരായ വഴി നമ്മൾക്ക് തുറന്ന് കിട്ടണം, വേണ്ടേ? അപ്പോൾ നമുക്ക് നേരായ വഴി ആദിമഹസിലേക്ക് തുറന്ന് കിട്ടണമെങ്കിൽ ഇവിടെ വെറുതെ അതും ഇതും പറഞ്ഞ് ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന്, നമ്മൾ പറയേണ്ടത് എന്താണെന്ന്, നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന്, നമ്മൾ കഴിക്കേണ്ടത് എന്താണെന്ന്, നമ്മൾ നടക്കേണ്ടത് എതിലെയാണെന്ന് നമ്മെ പഠിപ്പിച്ച് തരുവാൻ, അല്ലേ? പെരുത്ത നൂറ്റാണ്ടിലിടയ്ക്കൊരിക്കലീ മരുപ്പറമ്പാം ഉലകത്തിലീശൻ ഒരൊറ്റ വൃക്ഷത്തെ നടുന്നു പാന്തരായി വരുന്നവർക്ക് തണൽ മുറ്റുമേകാൻ. 1000 ആണ്ടുകൾ കൂടുമ്പോൾ ഈശ്വരനൊരു മഹാവൃക്ഷത്തെ ഈ ഭൂമിയിൽ നടുകയാണ്, നട്ടുപിടിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? പാന്തരായി വരികയാണ്. വഴിയറിയാതെ, വഴിയറിയാതെ, തണലറിയാതെ ഇങ്ങനെ വരുന്ന ജനതയ്ക്ക് ഒന്ന് വിശ്രമിക്കണം. ആ തണലിലൊന്ന് വിശ്രമിക്കണം. അങ്ങനെ ഒരു വടവൃക്ഷത്തെ ഈ ഭൂമിയിൽ നമുക്കൊക്കെ വിശ്രമ കേന്ദ്രത്തിനായി സൃഷ്ടിച്ചു വെച്ചു. അതാകുന്നു ആര്? ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. അതാണ് പറയുന്നത്, ആരായുകിൽ അന്ധത്വമൊഴിച്ചാതിമഹസിൻ നേരാം വഴി കാട്ടും. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നേരായ വഴി കാട്ടും. നേരായ വഴി, എല്ലാവർക്കും വഴികളൊക്കെ ഉണ്ട്. പക്ഷേ പല വളഞ്ഞ വഴികളുമൊക്കെ സ്വീകരിച്ച് അവസാനം ഒരു ഏകദേശം അങ്ങോട്ട് പോകാറാകുന്ന അവസരത്തിലാണ് നമ്മൾ ഓർക്കുന്നത് എന്ത്? ഇനി ഈശ്വരനെയൊക്കെ ഒന്ന് അറിയണം, അല്ലേ? ഇനി ഈശ്വരനെയൊക്കെ ഒന്ന് അറിഞ്ഞ് എനിക്കൊന്ന് ജീവിക്കണം എന്ന് വിചാരിക്കുന്നത് എപ്പോഴാണ്? അവസാന നിമിഷത്തിലാണ്. അതുവരെ നമ്മൾ എങ്ങനെ ജീവിക്കും? എങ്ങനെ ജീവിക്കും? ശങ്കരാചാര്യർ പാടിയിട്ടില്ലേ? എങ്ങനെയാണ് പാടുന്നത്? ബാലനായിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കും? യുവാവായിരിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീരക്തഃ വൃദ്ധസ്താവത്
പരമേ ബ്രഹ്മണി കോപി ന സക്തഃ. എന്താ പാടിയത്? ശങ്കരാചാര്യർ എന്താ പാടിയത്? ബാലനായിരിക്കുമ്പോൾ കളിച്ച് തിമിർത്തിങ്ങനെ നടക്കണം, യുവാവായിരിക്കുമ്പോൾ എങ്ങനെയാണ് യുവതികളെയൊക്കെ ഒന്ന് പ്രണയിച്ച് ജീവിക്കണം, അല്ലേ? ഇതെല്ലാം കഴിഞ്ഞ് നമ്മളുടേതായിട്ടുള്ള ഉല്ലാസങ്ങളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ പ്രായത്തിലേക്ക് കടന്ന് ഏകദേശം അങ്ങോട്ടെടുക്കാറാവുമ്പോൾ, അങ്ങനെയല്ലേ മനുഷ്യൻ പറയുന്നത്, അങ്ങോട്ടെടുക്കാറായി അല്ലേ? അങ്ങനെ അങ്ങോട്ടെടുക്കാറാവുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇനി എന്നാണ് ഈശ്വരനെ അറിയുന്നത്, അല്ലേ? പക്ഷെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ ഇതാ ഈശ്വരൻ മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിൽ കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് പിറന്നു. എന്നിട്ട് ഗർഭത്തിൽ വെച്ച് എങ്ങനെ നമ്മൾ ജീവിക്കണമെന്ന് നമ്മളോട് പറഞ്ഞു തന്നു, അല്ലേ? അതുകൊണ്ടാണ് പാടിയത് ആര്? ശിവലിംഗദാസ സ്വാമികൾ പാടിയത് വാദിനാം വാദിനേ വാചം യമാനാം മൗനഭാജിനേ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എന്താണ്? വാദികളായിട്ടുള്ള ഇഷ്ടംപോലെ സംസാരിക്കുന്നവരായിട്ടുള്ള ജനങ്ങൾ എവിടെയുണ്ട്? അവരുടെ അടുത്ത് ചെല്ലുമ്പോഴോ ഗുരു അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് മാറും. പക്ഷെങ്കിലോ യമാന മൗനഭാജിനേ, മൗനം ഭജിക്കുന്നവരുടെ അടുത്ത് ചെല്ലുമ്പോൾ എങ്ങനെയാണ്? മൗനം ഭജിച്ചുകൊണ്ട് മൗനത്തിലൂടെ തൻ്റെ ദർശനത്തെ പകർത്തിക്കൊണ്ട് സർവ്വലോകങ്ങൾക്കും അനുരൂപനായിക്കൊണ്ട് ഈ ഭൂമിയിൽ ഇതാ ഗുരു ജന്മമെടുത്തിരിക്കുകയാണ്. സർവ്വലോകങ്ങൾക്കും അനുരൂപനായിക്കൊണ്ടാണ് ഗുരു തൃപ്പാദങ്ങൾ ഇവിടെ ജന്മമെടുത്തത്, അല്ലേ? ഒന്നാലോചിച്ച് നോക്കിക്കേ. ഗുരുവില്ലായിരുന്നുവെങ്കിൽ 1888 ആ ഒരു ക്ഷേത്രപ്രതിഷ്ഠ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ ഒരു നിലനിൽപ്പുണ്ടായിരുന്നുവോ? ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ക്ഷേത്രപ്രതിഷ്ഠയെ പറ്റി ആ ക്ഷേത്രപ്രതിഷ്ഠയിലൂടെ നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ നമുക്കറിയാവുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ട്, അല്ലേ? നമ്മൾ കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഗുരുതൃപ്പാദങ്ങൾ 6 വർഷക്കാലം കഠിന തപസ് എവിടെയാണ് കഠിന തപസ് അനുഷ്ഠിച്ചത്? എവിടെയാണ്? പിള്ളത്തടം ഗുഹയിൽ, അല്ലേ? എന്താ പിള്ളത്തടം ഗുഹയുടെ പ്രത്യേകത? അഗസ്ത്യമുനി തപസ് ചെയ്ത, അല്ലേ? ആ തപസ് ചെയ്ത സ്ഥലങ്ങളാണ് അതെല്ലാം. അങ്ങനെ തപസ് ചെയ്തപ്പോൾ അഗസ്ത്യമുനിയുടെ ആഗ്രഹമായിരുന്നു എന്ത്? ശ്രീകൃഷ്ണൻ പിള്ളരൂപത്തിൽ ശ്രീകൃഷ്ണനെ അവിടെ ദർശിക്കണമെന്ന്. ശ്രീകൃഷ്ണൻ അങ്ങനെ ഏറ്റവും ചെറിയ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ഏത്? പിള്ളത്തടം ഗുഹ. ആ പിള്ളത്തടം ഗുഹയിൽ 6 വർഷക്കാലം തപസ് ചെയ്തത് എന്തിനു വേണ്ടിയാ? സദാശിവ ദർശനത്തിൻ്റെ 5-ാമത്തെ ശ്ലോകത്തിൽ ഗുരുതൃപ്പാദങ്ങൾ അത് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. പ്രാർത്ഥന എന്തിനു വേണ്ടിയുള്ളതാണ് പ്രാർത്ഥന? ദൈവമേ നിനയ്ക്ക നീയും ഞാനുമൊന്നു തന്നെ എന്നു കൈവരുന്നതെന്നിതന്നെ അടിയനില്ല കാംക്ഷിതം. എന്താ അവിടെ പ്രാർത്ഥിച്ചത്? ദൈവമേ നീയും ഞാനും ഒന്ന് തന്നെയാണെന്നറിയണം. നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ടോ? ഈശ്വര, ഞാനും നീയും ഒന്നാണെങ്കിൽ ഒരിക്കലും ഞാൻ ഈശ്വരൻ്റെ അടുത്ത് ചെന്നിട്ട് തായേ എന്ന് പറഞ്ഞ് കൈ നീട്ടുവോ? ഉറച്ചൊരു വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുകയാണ്. എന്നെ സൃഷ്ടിച്ചവൻ എന്നെ രക്ഷിക്കും, അല്ലേ? എത്ര കാലം ഇവിടെ ജീവിക്കണമെന്ന് നാം അല്ല ആഗ്രഹിക്കുന്നത്. ആര് പറഞ്ഞു? ഈശ്വരൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്യണമെന്ന് ആര് പറഞ്ഞു? ഈശ്വരൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതുകൊണ്ട് സർവകാര്യങ്ങളും ഈശ്വരനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇതാ ഗുരു തൃപ്പാദങ്ങൾ നമ്മളോട് പറയുകയാണ്, കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയും അങ്ങു ശംഭോ. എവിടെ പറഞ്ഞു തന്നത്?
പിണ്ടനദിയിൽ പറയുകയാണല്ലേ, കൽപ്പിച്ച പോലെ വരുമെന്ന് ഭഗവാൻ കൽപ്പിച്ചതുപോലെ വരികയുള്ളൂ. എന്താണ്? ഈശ്വര, ഞാനും നീയും ഒന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ബോധമുണ്ടാവുകയുള്ളൂ.